ഞങ്ങളുടെ ഇവിടെ തന്നെ ആണെങ്കിൽ വർഷ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോ തന്നെ ഇപ്പൊ അമ്മായിമാരായാലും എല്ലാവരും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. കല്യാണമൊന്നും കഴിപ്പിക്കുന്നില്ലേ? വീട്ടുകാർക്ക് അച്ഛനും അമ്മയ്ക്കും ടെൻഷൻ ഇല്ലെങ്കിലും നാട്ടുകാർക്കാണ്. നാട്ടുകാർ പറഞ്ഞു പറഞ്ഞ് ടെൻഷൻ ആക്കിപ്പിക്കും. ത്രീവീസിന്റെ മാർക്കറ്റിലുള്ള കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്? കായത്തിന് മെയിൻ ആണെങ്കിൽ LG, NS, BG ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ്. പക്ഷെ എന്നാലും അതിനൊക്കെ വെട്ടി ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുകയാണ് അല്ലേ? അതെ, കായം എന്ന് പറയുമ്പോൾ ത്രീവീസ് എന്നുള്ളൊരു പേരും കൂടെ ആൾക്കാർക്ക് കുറച്ച് പേർക്കെങ്കിലും ഓർത്തെടുക്കാൻ. ഞങ്ങളൊക്കെ വീട്ടിൽ ത്രീവീസ് ആണ്. ഫ്രണ്ട്സിനോടൊക്കെ പറയാനാണെങ്കിലും ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോ ഇത് ഇത്രയും വലിയ സംഭവമായിരുന്നല്ലോ. ബിസിനസ്സിൽ നമ്മൾ സക്സസ് എന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ആയിരിക്കേണ്ടത് ഫെയിലിയേഴ്സിന് വേണ്ടിയിട്ടാണ്. കാരണം അത് കണ്ട് നമ്മൾ പേടിച്ച് ഓടരുത്. അത് കണ്ടിട്ടാണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യോ എന്താണെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ വേണം. ബിസിനസ് തുടങ്ങാൻ പ്രായം ഒരു പ്രശ്നമല്ലെന്ന് തെളിയിച്ച നിരവധി പേരുണ്ട് നമുക്ക് ചുറ്റും. പക്ഷേ കായം എന്നൊരു ചെറിയ ഉൽപ്പന്നത്തെ ത്രീവീസ് എന്ന ഇന്റർനാഷണൽ ബ്രാൻഡാക്കി മാറ്റിയ 3 ചുണക്കുട്ടികളാണ് ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത്. വർഷ, വൃന്ദ, വിസ്മയ. വെൽക്കം. ഹായ്, ഇതാണ് വർഷ അല്ലേ? അതെ. എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കണം, എല്ലാം സുഖമായി പോകുന്നു. ഓക്കെ. ത്രീവീസ് എന്ന് പറയുമ്പോൾ വർഷ, വൃന്ദ, വിസ്മയ എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കഥകൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയാം. അപ്പം ഇപ്പം എന്താണ് ത്രീവീസിൻ്റെ ഒരു പോക്ക് എങ്ങനെയാണ്? ത്രീവീസ് ഇപ്പോൾ തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. ഞങ്ങൾ കായം എന്നുള്ള ഒരു ഉൽപ്പന്നത്തിലാണ് തുടങ്ങിയത് ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിന്റെ ജേണി. ഇപ്പം 5 വർഷം കഴിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൊഡക്ട്സ് ആഡ് ചെയ്തു, കുറച്ചുകൂടെ മാർക്കറ്റ് ഡെവലപ്ഡ് ആയി, കുറച്ചുകൂടെ ഏരിയയിലേക്ക് എത്തി. ത്രീവീസ് എന്നുള്ള ബ്രാൻഡ് ആളുകൾ പതുക്കെ കേട്ട് തുടങ്ങി, അറിഞ്ഞു തുടങ്ങി. അതാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ജേണി. ഇനിയും ഡെവലപ്പ് ചെയ്യാനുള്ള ഓരോ പ്ലാനുകളിലാണ്. ഇപ്പം എത്ര പ്രൊഡക്ട്സ് ഉണ്ട് ത്രീവീസിന്? ഞങ്ങൾക്ക് 30+ പ്രൊഡക്ട്സ് ഉണ്ട് ഇപ്പം. കായം, പിന്നെ കറി പൗഡേഴ്സിന്റെ കാറ്റഗറിയിൽ പ്രൊഡക്ട്സ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സ് ആയിട്ട് പുട്ടുപൊടി, അപ്പം പൊടി അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ മില്ലറ്റ്സും പ്രൊഡക്ട്സ് ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടിവ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ത്രീവീസിന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് മെയിനായിട്ട് ഫോക്കസ് വന്നിട്ടുള്ളൊരു പ്രോബ്ലം മാർക്കറ്റിൻ്റെ. ഞങ്ങൾ ഇനീഷ്യലി ഇപ്പോൾ തുടങ്ങിയപ്പം ഞങ്ങൾ തന്നെ മാർക്കറ്റിൽ ഇറങ്ങി പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അപ്പം മെയിനായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റ്സ്, ഗ്രോസറി, സപ്ലൈകോഡ് ഔട്ട്ലെറ്റ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പം എന്തെങ്കിലും ഇത് ആവുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ള പോലെ പ്ലാൻ ബിയും ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം B2B ബിസിനസ്സുകളും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഹോട്ടൽസ്, കാറ്ററിംഗ് അങ്ങനെയുള്ള ഏരിയാസിൽ നമ്മുടെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സ്പോർട്ടിനുള്ള കാര്യങ്ങളും നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഏത് പ്രൊഡക്റ്റാണ്? ഇപ്പം 30+ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത് ത്രീവീസ് തന്നെയാണ്, സോറി കായം തന്നെയായിരുന്നു. അതെ അതെ, മെയിൻ പ്രൊഡക്റ്റ് കായം തന്നെയാണ്. ഇപ്പോഴും അതിന് തന്നെയാണോ സെയിൽ കൂടുതൽ? അതെ, കായം പൊടിയും കട്ടയും ഉണ്ട്. കായം പൗഡറാണ് കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ്. ഇതിപ്പോൾ ഈ കായത്തിന് തന്നെ തുടങ്ങാൻ എന്താണ് കാരണം? എന്തെങ്കിലും റീസൺ ഉണ്ടോ അതിന്? കായം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ നല്ലോണം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ മാനുഫാക്ചർ ചെയ്തിട്ട് ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ ഹോം ഗ്രോൺ ആയിട്ടുള്ള ബ്രാൻഡ്സ് ഒന്നുമില്ല, ഒക്കെ പുറത്തുനിന്ന് വരുന്ന ബ്രാൻഡ്സ് ആണ്, കേരളത്തിന് പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്ങിനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട്. അപ്പം അത് കണ്ടിട്ടാണ് ഞങ്ങൾ മാർക്കറ്റ് റിസർച്ചിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്തതും അതിനെക്കുറിച്ച് പഠിച്ച് ബിസിനസ്സിൽ അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം മാർക്കറ്റിൽ ഓരോ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരണോ, അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റിന് ഇപ്പോൾ ഈ ഇന്ന സാധനങ്ങളൊക്കെ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ട് കൊണ്ടുവന്നെങ്കിലല്ലേ നമുക്ക് ആ മാർക്കറ്റിൽ അത് സ്റ്റേബിളായിട്ട് നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിനകത്ത് തന്നെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടോ മാർക്കറ്റിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ 30+ പ്രൊഡക്ട്സ് കൊണ്ടുവന്നല്ലോ, അപ്പോൾ മാർക്കറ്റിൽ അത്രയും പിടിച്ച് നിൽക്കണമെങ്കിൽ കുറേയൊക്കെ ചേഞ്ചസ് അതിനകത്ത് വരുത്തി കാണുമല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണ്? മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ. നമ്മൾ സോഷ്യൽ മീഡിയ നമ്മളുടെ ബ്രാൻഡിൻ്റെ എല്ലാ പേജസിലും ആക്റ്റീവാണ്. അപ്പോൾ അതിലൂടെ നന്നായി നമ്മൾ പ്രൊമോട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ നല്ലോണം ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം വൺസ് ഒരു കസ്റ്റമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലതാണ് എന്ന് ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാനും അവർ തന്നെ വീണ്ടും വാങ്ങിക്കാനൊക്കെ വേണ്ടി നമ്മൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ എല്ലാ പ്രൊഡക്ട്സും മാനുഫാക്ചർ ചെയ്യും. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും നിങ്ങൾ ത്രീവീസിൻ്റെ കഥകളെല്ലാം അറിയാം.
പക്ഷേ എന്നാലും ചില ആൾക്കാർക്ക് കുറച്ച് പേരിലേക്കും കൂടെ എത്താനുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറി വളരെ ചുരുക്കിയ രീതിയിൽ ഇത് പറയാൻ പറ്റുമോ? തീർച്ചയായും. 2019 ത്രീ വീസിന്റെ ഈ ഒരു ജേർണി തുടങ്ങുന്നത്. എൻ്റെ MBAക്ക് ശേഷം അങ്ങനെ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പഠിച്ചു, മാർക്കറ്റ് റിസർച്ച് ഒക്കെ ചെയ്തു, പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്ത് തുടങ്ങിയതാണ് കായം എന്നുള്ള ഒരു പ്രൊഡക്റ്റ്. അപ്പം ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചപ്പോഴായാലും വീട്ടിലുള്ളവരൊക്കെ സപ്പോർട്ടീവായിരുന്നു. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും രണ്ടുപേരും അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും തന്നെ ഇത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ടിൽ 2019 തുടങ്ങിയതാണ്. വീട്ടിൽ തന്നെ ഒരു ചെറിയ സംരംഭമായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. അപ്പം എന്തായാലും ഒരു കോൺഫിഡൻസ് വേണമല്ലോ ഇതിങ്ങനെ തുടങ്ങാൻ. അപ്പോൾ വീട്ടിൽ നിന്നുള്ള റിയാക്ഷൻ എന്തായിരുന്നു? വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കാരണമാണ് ആക്ച്വലി പഠിത്തം കഴിഞ്ഞ ഉടനെ ഇങ്ങനെ തുടങ്ങാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായത് തന്നെ. കാരണം എനിക്കിത് കൺഫ്യൂഷൻ ആയിരുന്നു, ഇങ്ങനെ തുടങ്ങണോ വേണ്ടയോ. കാരണം നമുക്ക് പ്രൊഡക്റ്റ് ഐഡിയ ഉണ്ട്, പക്ഷെ മാർക്കറ്റിനെ കുറിച്ചും അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പം പേരൻസ് രണ്ടുപേരും ഫുൾ ടൈം ഗൈഡ് ചെയ്തിരുന്നു. മെൻറ്റേഴ്സ് ആയിട്ട് അവരുടെ എക്സ്പീരിയൻസും ഒക്കെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർ ഹെൽപ്പ് ഔട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും ഇതും കാരണമാണ് ഞങ്ങൾക്ക് ആക്ച്വലി ഇത്രയും ഗ്രോ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ രണ്ടുപേരും മിണ്ടാതിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു രണ്ടുപേരും, വൃന്ദയും വിസ്മയും? ഞാൻ BBA കഴിഞ്ഞിട്ട് ഒരു 4 years ആയി. ഞാനിപ്പോൾ എൻ്റെ CS കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ഇനി MBAക്ക് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചേച്ചിയുടെ കൂടെ തന്നെ ബിസിനസ് തുടരാനാണ് പ്ലാൻ. വിസ്മയോ? ഞാനിപ്പോൾ CA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് നൗ ഞാൻ എൻ്റെ ഫൈനൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. എങ്ങനെയുണ്ട് ചേച്ചിയുടെ ബിസിനസ് പ്ലാൻ മുന്നോട്ട് വന്നപ്പോൾ എന്തായിരുന്നു രണ്ടുപേരുടെ അഭിപ്രായം? ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞപ്പോഴേ എന്തായിരുന്നാലും സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു ഇതിലായിരുന്നു. ആ ടൈമിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇപ്പൊ ഞങ്ങൾ തന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്നത് കായ ഒക്കെ ആണെങ്കിൽ അതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വന്നായാലും അങ്ങനെയൊക്കെ. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഫുൾ ടൈം ഇതിൽ ഇൻവോൾവ് ആയി. ഈ കായമായിട്ട് വന്നപ്പോൾ എന്തായിരുന്നു രണ്ടുപേരുടെയും ഒരു ഇത്? ഇപ്പം നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ പുതിയ ജനറേഷൻ ആണല്ലോ, അപ്പോൾ പിന്നെ ഈ കായമായിട്ടൊക്കെ മുന്നോട്ട് വരുമ്പം ഒരു എന്താ ഇപ്പം പുതിയ പുതിയ കാര്യങ്ങളാണല്ലോ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. എന്തായിരുന്നു രണ്ടുപേരുടെയും ഒരു റിയാക്ഷൻ? മിക്കവാറും എല്ലാവരും ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ബുട്ടീക്ക്, അതെ അല്ലെ, ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ, അതാണ് ചോദിക്കുന്നത്. എനിക്കൊക്കെ ഫസ്റ്റ് പറഞ്ഞാൽ ചിലപ്പോ ഇങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ പറയാനാണെങ്കിലും ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോ ഇത് ഇത്രയും വലിയ സംഭവമായിരുന്നല്ലോ. നമുക്കാണെങ്കിലും ഇപ്പൊ കായം എന്ന് പറഞ്ഞ ഇങ്ങനെ പിന്നെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുമ്പോ നമ്മൾക്കും കുറെ അറിയുമല്ലോ. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പൊ ഒരു നല്ല കാര്യമാണെന്ന് തോന്നി. വിസ്മയൊക്കെ എങ്ങനെയായിരുന്നു റിയാക്ഷൻ? എനിക്ക് പറഞ്ഞ പോലെ തന്നെ കായം നമ്മള് സാമ്പാറിലിടുന്നറിയാന്നല്ലാണ്ട് നമുക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പൊ അത് കേട്ടപ്പോ ഇതെന്താ സംഭവം എന്നൊന്ന് വിചാരിച്ചു. പക്ഷെ ആൾ അത്യാവശ്യം നന്നായി റിസർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ ഐഡിയ കൊണ്ട് വന്നത് തന്നെ. പിന്നെ കേട്ട് നോക്കിയപ്പോ ഓക്കെ ഇത് വർക്ക്ഔട്ട് ആവും തോന്നി. ഞാൻ CA പഠിക്കുന്നതിനെ കൊണ്ട് തന്നെ അക്കൗണ്ട്സ് ആയിരുന്നു ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ ഫ്രീ ടൈമിലൊക്കെ കമ്പനിയുടെ ഫുൾ അക്കൗണ്ട്സ് ഞാൻ തന്നെയാണ് ആ ടൈമിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ മൂത്ത ആള് വർഷയാണ്, രണ്ടാമത്തത് ആരാണ്? വിസ്മയ. വർഷയ്ക്ക് വയസ്സ് പറയുന്നത് കുറച്ച് കുഴപ്പമില്ലല്ലോ. 28. വിസ്മയ 24. നല്ല ഓർഡറിൽ പോകുന്നു. ഓക്കെ. ഇനി നിങ്ങളുടെ ഇപ്പം ബിസിനസ്സിലും ഒരു എന്താ സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞു നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ. ഇപ്പം 21ാമത്തെ വയസ്സിൽ തുടങ്ങി അല്ലേ? 23ാമത്തെ വയസ്സിൽ. ഓക്കെ. 23ാമത്തെ വയസ്സിൽ തുടങ്ങി ഇപ്പോൾ 3 പേരും സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇപ്പം ഇനി ഭാവി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 3 വീസിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് മാത്രമല്ലല്ലോ, നമുക്കൊരു മുന്നോട്ടൊരു ഭാവി ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് വർഷയുടെ ഭാവി പ്ലാൻ? എന്തൊക്കെയാണ് ഭാവി പ്ലാൻ? സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ തന്നെ കൂടെ കൂട്ടണം എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ബിസിനസ്സും കാര്യങ്ങളും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരാളെ കൂടെ കൂട്ടണം. അങ്ങനെ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരാൾ വരുവാണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ്. ബിസിനസ് തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരാളെയാണോ ആഗ്രഹം? ബിസിനസ് തന്നെ ആണെന്നില്ല, ബട്ട് നമ്മളുടെ ആ ഒരു ഇഷ്ടങ്ങളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നാണ്. ഓക്കെ. വീട്ടിലെന്തെങ്കിലും ആലോചന അങ്ങനെ എന്തെങ്കിലും തുടങ്ങുന്നുണ്ടോ? ഉണ്ട്, നടക്കുന്നുണ്ട്, നന്നായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഭാവി പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്ന് വെച്ചാൽ നിങ്ങളുടെ എഡ്യൂക്കേഷനാണ്, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ചേച്ചിയുടെ കൂടെ ബിസിനസ്
തുടരാനാണോ അതോ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനാണോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഫൈനലൈസ് അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഇദ്ദേഹത്തെ കണ്ടൊരു ബ്യൂട്ടി കോൺഷ്യസ് ആണെന്ന് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ഭാവി പ്ലാനൊക്കെ എന്തെങ്കിലും? ഇപ്പത്തേക്ക് എനിക്ക് പ്ലാൻ എന്ന് പറയുന്നത് 3 വീസിന്റെ കൂടെ തന്നെ നിൽക്കാനാണ്. എനിക്ക് പിന്നെ ഡിഗ്രി ടൈമില് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. 3 വീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ബ്രാൻഡാണ്. പിന്നെ ഇനി ഭാവിയിൽ ചിലപ്പോ വേറെ എന്തെങ്കിലും സിസ്റ്റർ ബ്രാൻഡായിട്ട് എന്തെങ്കിലും തുടങ്ങും. പിന്നെ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഫുള്ള് അച്ഛനായിരുന്നു സംസാരിച്ച മൊത്തം. എനിക്ക് തോന്നുന്നു അച്ഛനൊരു ഒരു ഗൈഡ് ലൈൻ പോലെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് 3 മക്കളെയും അല്ലേ? അപ്പം അച്ഛനുമായിട്ടുള്ള അച്ഛൻ ബിസിനസ്സിൽ ഇപ്പം കയറിയിട്ടുണ്ട്. അച്ഛൻ ജോലി കളഞ്ഞിട്ടാണ് നിങ്ങളുടെ ഒപ്പം ബിസിനസ്സിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അച്ഛൻ്റെ മാറ്റം ഒന്ന് പറയാമോ? ആക്ച്വലി അച്ഛൻ എന്നുള്ള ഒരാൾ കാരണമാണ് ഞങ്ങൾ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത് തന്നെ. അച്ഛൻ്റെ പഴയ ഒരു ബിസിനസ്സും കാര്യങ്ങളും അച്ഛൻ്റെ വർക്കും കാര്യങ്ങളും അച്ഛൻ്റെ പാഷനും അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പം അച്ഛനാണെങ്കിലും എന്തെങ്കിലും സക്സസ് ഉണ്ടാകുമ്പോഴും ഫെയിലിയേഴ്സ് ഉണ്ടാകുമ്പോഴും അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് ഇതിനകത്ത് നിർത്തുന്നതും അച്ഛൻ തന്നെയാണ്. കാരണം ബിസിനസ്സിൽ നമ്മൾ സക്സസ് എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ആയിരിക്കേണ്ടത് ഫെയിലിയേഴ്സിന് വേണ്ടിയിട്ടാണ്. കാരണം അത് കണ്ട് നമ്മൾ പേടിച്ച് ഓടരുത്. അത് കണ്ടിട്ടാണെങ്കിലും നമ്മൾ പ്ലാൻ എ വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ പ്ലാൻ ബിയോ എന്താണെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. അപ്പം അങ്ങനെ ഞങ്ങൾ കറക്റ്റായി ഗൈഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എല്ലാ കാര്യത്തിലും ഒരു ഫുൾ മെൻറ്ററായിട്ട് കൂടെ ഉള്ളത് അച്ഛൻ തന്നെയാണ്. ഓക്കെ ഓക്കെ. കൂട്ടത്തിൽ കുറച്ച് ഒരു പ്രകൃതിയായിട്ട് നിൽക്കുന്ന ആരാ? ചേച്ചി തന്നെ പറ, അതായിരിക്കും ബെറ്റർ. ചേച്ചിയാണല്ലോ ബിസിനസ് തുടങ്ങിയത്. അപ്പം ഇവർ രണ്ടുപേരിലും ആരാണ്, അതായത് ബിസിനസ്സിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ആളാരാണ്, അല്ലെങ്കിൽ കുറച്ച് ഉഴപ്പി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൽ ഇവർ രണ്ടിലും ആരാണ്? ബിസിനസ്സിൽ കുറച്ചുകൂടെ ഐഡിയാസും കാര്യങ്ങളും അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുള്ളത് മെയിൻലി വൃന്ദയാണ്. വൃന്ദ ഇങ്ങനെ പറയാറുണ്ട്, നമുക്ക് ഇങ്ങനെ ചെയ്താലോ, മാർക്കറ്റിംഗ് ഇങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഐഡിയാസ് ഒക്കെ പറയാറുണ്ട്. പക്ഷെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ വരുമ്പോൾ കറക്റ്റായി പറഞ്ഞു തരാറുള്ളത് വിസ്മയാണ്. ഇങ്ങനെ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ അതായിരിക്കും നല്ലത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിസ്മയുടെ ആ ഒരു ഐഡിയ വെച്ച് വിസ്മയ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് തരാറുണ്ട്. പക്ഷെ പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞാനും വൃന്ദയാണ് അങ്ങനത്തെ ഐഡിയാസ് ആയിട്ട് ഫസ്റ്റ് വരും. ശരിക്കും പറഞ്ഞാൽ 3 വീസ് നിങ്ങൾ 3 പേരും ഇല്ലാണ്ട് അതൊരു ഇതല്ല, ഒരാൾക്ക് ഒരാൾ തന്നെ വേണം അല്ലേ? ഫുള്ളി ബാലൻസ്ഡ് ആയിട്ട് പോവാണ്. അതെ, എല്ലാവരും ഓരോരോ ഏരിയയിൽ ആക്റ്റീവ് ആണ് 3 പേരും. അമ്മ എങ്ങനെയാണ്? സാധാരണ അമ്മമാരാണല്ലോ വീട്ടില് പെൺമക്കളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് അങ്ങനൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ അമ്മ എങ്ങനെയാണ്? അമ്മയും ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ബിസിനസ്സിലുണ്ട്. അമ്മ തന്നെയാണ് ഞങ്ങളുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ അമ്മയും ആദ്യമൊക്കെ കുറച്ച് മുന്നേ ഒക്കെ ആണെങ്കിൽ ഇത്തിരി സ്ട്രിക്റ്റ് അമ്മയായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മ ഒരുപാട് മാറി. ഇപ്പൊ ഫുൾ നമ്മളെ ഒരു ഫ്രണ്ടിന്റെ പോലെ തന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവ് ആയിട്ട് അമ്മയും കൂടെ ഉണ്ട്. അമ്മ കുറച്ച് റെസ്ട്രിക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം കായം എന്ന പ്രൊഡക്റ്റുമായിട്ട് വന്നപ്പോൾ അമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഞങ്ങൾ പ്രൊഡക്റ്റിന്റെ റിസർച്ച് ചെയ്തത് എല്ലാവരും കൂടെയാണ്. അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കാണിച്ചു കൊടുത്തത് ഇവർക്ക് എല്ലാവർക്കും ആണ്, ഇവർക്ക് രണ്ടുപേർക്കും, അച്ഛനും അമ്മയ്ക്കും. അപ്പം എല്ലാവരും കൂടെ ഇരുന്ന് പഠിച്ച് എല്ലാം നോക്കിയതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അത് കണ്ടപ്പോൾ അമ്മയ്ക്കും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് അമ്മയ്ക്കും ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പൊ എൻ്റെ കൂടെ ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കും അത് പഠിക്കാനും അതിനൊക്കെ അമ്മയാണ് ഒരു കമ്പനി ആയിട്ട് കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനും അമ്മയും പിന്നെ അച്ഛനും കൂടെയാണ് എല്ലായിടത്തും പോയി റോ മെറ്റീരിയൽസ് എടുക്കുന്ന സ്ഥലങ്ങളായാലും ട്രെയിനിങ് അല്ലെങ്കിൽ പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റ് കാണാനായാലും എല്ലാം ഞങ്ങൾ ആണ് ഉണ്ടായിരുന്നത്. അപ്പം അമ്മ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. എല്ലാം പഠിക്കാനും കാണാനും എല്ലാം അറിയാനും അമ്മ കൂടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് റിലേറ്റഡ് ആയതുകൊണ്ടായിരുന്നു. പിന്നെ അമ്മ തന്നെ ഓരോ പ്രൊഡക്റ്റിന്റെ ഇതിനൊക്കെ എപ്പോഴും പോവാറുണ്ട്. ആണല്ലേ? ഇപ്പൊ ഈ ബിസിനസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു ചെറിയ പാളിച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ 3 വീസ് തുടങ്ങിയ സമയത്ത് എത്ര തവണ നമ്മൾ പരാജയപ്പെട്ടതിന് ശേഷമാണ് കയറി വന്നത്? എത്ര ടൈം പീരീഡ് എടുത്തു ഇത് ഒന്ന് സക്സസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്? ഏകദേശം 1 വർഷമൊക്കെ എടുത്തു ഞങ്ങളുടെ ഈ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടിയിട്ട്. തുടക്കത്തിൽ ഇപ്പം പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്തുവെങ്കിലും അതിനിപ്പം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി
ഫൈനലൈസ് ചെയ്തതിന് ശേഷം 6 മാസമൊക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അതിൻ്റെ പുറകെ കുറേ നടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം റോ മെറ്റീരിയൽ എവിടെ നിന്നാണ്, അതിനുള്ള ഫണ്ടിങ് എവിടെ നിന്നാണ്, എങ്ങനെ ഇങ്ങോട്ട് എത്തിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് കറക്റ്റ് ഒരു ട്രാക്കിലേക്ക് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കാൻ 6 മാസം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം മാർക്കറ്റിംഗ് ഒക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്യുക, ഞങ്ങൾ തന്നെ മാർക്കറ്റിങ്ങിന് ഇറങ്ങുക. അങ്ങനെ ഇപ്പം ഈ ഒരു ബ്രാൻഡ് ആൾക്കാർക്കൊന്ന് പരിചയപ്പെടുത്തി അവരുടെ കടകളിലേക്ക് എടുപ്പിക്കാനും അല്ലെങ്കിൽ ഉപയോഗിക്കാനും വേണ്ടിയിട്ട് ഇത്തിരി നടക്കേണ്ടി വന്നിട്ടുണ്ട്. അതെ, ഞങ്ങൾ തന്നെയായിരുന്നു, ഞാനും അച്ഛനും ഡെയിലി ഇറങ്ങും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ മാർക്കറ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അന്നേരം ആൾക്കാർ എന്തെങ്കിലും, ഇപ്പം പൊതുവേ അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ, നല്ല ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ മടുപ്പിച്ചങ്ങ് പാതാളത്തിലോട്ട് ചവിട്ടിത്താഴുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരാണല്ലോ. അപ്പം നിങ്ങൾ അച്ഛനും മക്കളും കൂടി ഇങ്ങനെ മാർക്കറ്റ് തോറും ഇങ്ങനെ കയറി ഇറങ്ങുന്ന സമയത്തും ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും. കാരണം എല്ലാവരും ഇപ്പം ഇത് പുതിയൊരു പ്രൊഡക്റ്റ് എടുക്കാൻ റെഡി ആയിട്ടൊന്നും വരില്ല. ചിലർ മാത്രമേ നമ്മൾ പറയുന്നത് കേൾക്കാൻ തന്നെ റെഡി ആവുള്ളൂ. ഇപ്പം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും ഇങ്ങനെ കളമശ്ശേരിയിൽ നിന്നാണ് വരുന്നത്, ഇങ്ങനെ തുടങ്ങുന്നത്, നമ്മുടെ ആ ഒരു സ്റ്റോറി പറയാനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ പറയാനോ വളരെ കുറച്ച്. ഇപ്പം നമ്മളൊരു 100 പേരെ കാണുകയാണെങ്കിൽ ഒരു 20 പേരൊക്കെ അത് പ്രോപ്പറായി കേൾക്കാൻ തന്നെ റെഡി ആവുന്നുള്ളൂ. അപ്പൊ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരു 1-2 ആഴ്ച അങ്ങനെ കണ്ടിന്യൂസ് ആയി പോയപ്പോൾ മനസ്സിലായി ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള ഒരു ഐഡിയ എനിക്കും കിട്ടി. അപ്പം അത് വലുതായി. ആദ്യമൊക്കെ വിഷമായിരുന്നു, പിന്നെ അതങ്ങനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ മാർക്കറ്റ് ചെയ്തത് ഫ്രണ്ട്സിനും അതേപോലെ അടുത്തുള്ള റിലേറ്റീവ്സിനും നെയ്ബേഴ്സിനും അങ്ങനെയൊക്കെയാണ്. അപ്പൊ റെസ്പോൺസ് എന്തായിരുന്നു? നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്, അപ്പൊ അവര് ഫീഡ്ബാക്ക് തരും, പ്രൊഡക്റ്റിന്റെ ഉപയോഗിച്ചിട്ട് ഫീഡ്ബാക്ക് തരും. അപ്പൊ കായാണെങ്കിൽ തന്നെ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ഇങ്ങനെ മാറ്റമുണ്ട്, സ്മെൽ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കാം, ഫ്ലേവർ ഇങ്ങനെ ആക്കാം, അങ്ങനെ അവര് ഫീഡ്ബാക്ക് തരും. നമ്മളിപ്പോ കുക്കിംഗ് പഠിക്കുന്ന പോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫീഡ്ബാക്ക് നമ്മൾക്ക് പരിചയമുള്ളവരൊക്കെ തരും. അപ്പൊ അതനുസരിച്ച് നമ്മൾ മാറ്റും. അതേപോലെ പ്രൊഡക്ഷൻ ഇപ്പം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പഠിച്ച് ഇതായി എങ്കിലും ഫസ്റ്റത്തെ ഒരു ഇത് തന്നെ സക്സസ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കുറെ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും അങ്ങനെയൊക്കെ. അപ്പൊ അന്നേരമൊക്കെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകത്തില്ലേ? അങ്ങനെ മാറ്റിയും തിരിച്ചും ഒക്കെ നമ്മളൊന്ന് സെറ്റായി വരണമെങ്കിൽ തന്നെ കുറെ നമ്മൾ ഫണ്ടും മുടക്കണം, കുറെയൊക്കെ നഷ്ടങ്ങൾ വരും. അപ്പൊ അങ്ങനെ എത്ര രൂപയോളം അങ്ങനെ നഷ്ടം വന്നിട്ടുണ്ട്? നമ്മൾ ഫസ്റ്റ് തന്നെ ഫൈനലൈസ് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ വലിയ ക്വാണ്ടിറ്റിയിൽ മാനുഫാക്ചർ ചെയ്യുന്നില്ല. ഇപ്പൊ കായമാണെങ്കിൽ തന്നെ നമുക്കിപ്പം ഇത്ര മിനിമം ക്വാണ്ടിറ്റി വേണം എന്നില്ല. 1 കിലോ ആയിട്ട് ഉണ്ടാക്കാം, 1/2 കിലോ ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്രയും പ്രൊഡക്റ്റ് മാത്രമേ നമുക്കിനി മാറ്റണമെങ്കിൽ തന്നെ വേസ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു നഷ്ടം വരുന്നുള്ളൂ. അപ്പൊ ഏറ്റവും മിനിമം ക്വാണ്ടിറ്റിയിലായിരുന്നു മാനുഫാക്ചർ ചെയ്തിരുന്നത്. 1/2 കിലോ വെച്ചാണെങ്കിൽ 1/2 കിലോ മാത്രം ഉണ്ടാക്കി നോക്കി, അതെങ്ങനെയാ നോക്കി, അങ്ങനെയായിരുന്നു വേറെ വേറെ നമ്മൾ മാനുഫാക്ചർ ചെയ്തത്. വലിയ ക്വാണ്ടിറ്റിയിൽ എന്തായാലും ചെയ്തിരുന്നില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റോ മെറ്റീരിയൽസിന്റെയും അങ്ങനെയുള്ള നമ്മുടെ സമയത്തിന്റെയും ഒക്കെ നഷ്ടം തന്നെയാണ്. അപ്പൊ ഏറ്റവും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ബാക്കി നോക്കുന്നത്. ഇപ്പം 3V's മാർക്കറ്റിലുള്ള കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്? കായത്തിന് മെയിൻ ആണെങ്കിൽ LG, NS, BG ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ്. പക്ഷെ എന്നാലും അതിനൊക്കെ വെട്ടി ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുകയാണ് അല്ലേ? അതെ, കായം എന്ന് പറയുമ്പോൾ 3V's എന്നുള്ള ഒരു പേരും കൂടെ ആൾക്കാർക്ക് കുറച്ച് പേർക്കെങ്കിലും ഓർത്തെടുക്കാൻ. ഞങ്ങളൊക്കെ വീട്ടിൽ 3V's ആണ്. ഓക്കെ. മറ്റ് പ്രൊഡക്ട്സിനൊക്കെ ആണെങ്കിലോ? മറ്റ് പ്രൊഡക്ട്സ് ഹൈലി കോമ്പറ്റീറ്റീവ് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് പ്രൊഡക്റ്റ് ആണെങ്കിലും കറി പൗഡേഴ്സ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കായം തന്നെയാണ്. ഓക്കെ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വീണ്ടും വരികയാണ്. കല്യാണത്തെ പറ്റിയുള്ള സങ്കല്പം, അതായത് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ഉള്ള ഇപ്പോഴത്തെ ജനറേഷനിലെ പെൺകുട്ടികളെല്ലാവരും പറയുന്നത് എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കുക, കുറച്ചുകൂടെ ബെറ്റർ ആവുക എന്നുള്ള സംഭവമാണല്ലോ. അപ്പോൾ അതിനോടുള്ളൊരു അപ്രോച്ച് എന്താണ് 3 പേരുടെയും? ഇപ്പോൾ വർഷയുടെ തന്നെ തുടങ്ങാം. എൻ്റെ ഒരു അപ്രോച്ച് അങ്ങനെ തന്നെയാണ്. കല്യാണം എന്നുള്ളതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് പറ്റിയൊരു പാർട്ട്ണറിനെ കിട്ടുക, നമ്മളുടെ അതേ വൈബിനും മാച്ച് ആവുന്ന ഒരാള്, അതേപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കി പോകാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ഏജ് എത്തുമ്പോൾ എന്തായാലും കല്യാണം കഴിക്കണം എന്നുള്ള ആ ഒരു തോന്നൽ എനിക്കില്ല. വിസ്മയ ഇപ്പോട്ട് ഒരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാന്ന് തോന്നുന്നു. എന്താണ് വിസ്മയുടെ അഭിപ്രായം? എന്താ? എനിക്ക് പറഞ്ഞ പോലെ സെയിം ഒപ്പീനിയൻ തന്നെയാണ്. കല്യാണം നമ്മളെപ്പോഴാണോ നമുക്കൊരു പാർട്ട്ണർ വേണം, നമുക്ക് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകണം തോന്നണമെങ്കിൽ ആ ടൈമിൽ മൂവ് ചെയ്താൽ മതി. നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒരു 18 ഒക്കെ കഴിയുമ്പോൾ തന്നെ കല്യാണം പറഞ്ഞിട്ട് കൂട്ടാൻ തുടങ്ങും. ഒരു
25-ന്റെ ഒക്കെ മുകളിലായി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, പിന്നെ എന്തോ ഭയങ്കര വലിയ സംഭവം എന്നുള്ള പോലെ ഇരിക്കും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു പ്രഷറിന്റെ ആവശ്യമൊന്നുമില്ല. ലൈക്ക് whenever we are ready അപ്പൊ അതിക്ക് മൂവ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ പെൺകുട്ടികളാണെങ്കിൽ ഇപ്പൊ അങ്ങനെയില്ല, പക്ഷെ ചെറുതാകുമ്പോ തൊട്ടേ ഇങ്ങനെ കല്യാണമാണ് ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരു ഇതിലാണ് വളർന്നു വരുന്നത്. ശരിക്കും അതിന്റെ ആവശ്യമില്ല. കല്യാണം ചിലപ്പോ ജീവിതത്തിലൊരു ഇതാണ്, നമുക്ക് തോന്നുമ്പോ കല്യാണം കഴിക്കാന്നാണല്ലോ. പിന്നെ അതുമല്ല, വിസ്മയ പറഞ്ഞ പോലെ ഏജിന്റെ കാര്യം, ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ തന്നെ ആണെങ്കിൽ വർഷ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോ തന്നെ ഇപ്പൊ അമ്മായിമാരായാലും എല്ലാവരും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിപ്പിക്കുന്നില്ലേ വീട്ടുകാർക്ക്. അച്ഛനും അമ്മയ്ക്കും ടെൻഷൻ ഇല്ലെങ്കിലും നാട്ടുകാർക്കാണ് നാട്ടുകാർ പറഞ്ഞു പറഞ്ഞ് ടെൻഷൻ ആക്കിപ്പിക്കും. അപ്പം ഈ ബയേഴ്സുമായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ നടത്തുന്നത് ഫുള്ള് വർഷയാണോ? ഞാനും അച്ഛനും കൂടെയാണ്. അപ്പം എങ്ങനെയായിരിക്കും നമുക്കിപ്പം ഒരു മാർക്കറ്റിൽ ഒരു നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമറെ അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്താണ് എന്നുള്ളത് എങ്ങനെയാണ് അതൊന്ന് തിരിച്ചറിയുന്നത്? ഇപ്പോൾ ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരാൾ, ഇപ്പോൾ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ തന്നെയാണെങ്കിൽ തന്നെ ആ ഒരു ബിസിനസ്സിൽ ആൾക്കാർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് എങ്ങനെ നമ്മളതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതെങ്ങനെയാണ് നമ്മൾ ആ മാർക്കറ്റിലേക്ക് ഇറങ്ങി എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ, എന്താണ് ഇപ്പം ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ ഡയറക്റ്റായി മാർക്കറ്റിലേക്ക് ഇറങ്ങി റിസർച്ച് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. ഇപ്പം കറി പൗഡേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി തന്നെ നമ്മൾ കറക്റ്റായി നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾക്ക് നിരീക്ഷിക്കുകയാണെങ്കിൽ തന്നെ ആളുകൾ നല്ല പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട്, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്, ഹോം മെയ്ഡ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ആൾക്കാർ സ്റ്റിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ഇതാണ്, എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും അത് വാങ്ങിക്കാനും വീണ്ടും ഉപയോഗിക്കാനും ഒക്കെ റെഡിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്തിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാണ്ട് ഹോം മെയ്ഡ് ക്വാളിറ്റി എന്നുള്ള ഒരു പ്രൊഡക്ട്സ് ഇറക്കിയത് തന്നെ. നമ്മളൊരു പ്രൊഡക്റ്റ്, എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അത് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റായി മാർക്കറ്റിലേക്ക് ഇറങ്ങി എന്താണ് മാർക്കറ്റിന്റെ പൾസ്, എന്താണ് ആളുകൾക്ക് വ്യത്യസ്തമായി അവർക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഈ കായത്തിന് തന്നെ ഞാൻ 2-3 ഞാനിങ്ങനെ വായിച്ചു, പിന്നെ കായത്തിന് സോഫ്റ്റ്നെസ് ആണ്, ഹാർഡ്നെസ്, അങ്ങനെ എന്തൊക്കെയോ ഒരു കുറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതല്ല ഇപ്പൊ നിങ്ങൾ ഇറക്കുന്ന പ്രൊഡക്ട്സിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ല ഡാമേജോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സാഹചര്യത്തിൽ അതിനെ എങ്ങനെയായിരിക്കും ഓവർകം ചെയ്യുന്നത്? കായത്തിനാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന കായമാണെങ്കിൽ ഭയങ്കര ഹാർഡാണ് സംഭവം. നമ്മൾ വൺസ് കട്ട് ചെയ്ത് അത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാവും, പിന്നെ അത് വീണ്ടും മുറിച്ചെടുക്കാൻ നല്ല പാടായിരിക്കും. പണ്ടത്തെ SD കായമായിരുന്നു, ഇങ്ങനെ ഒരു മഞ്ഞ പാക്കറ്റിന്റെ അകത്ത് വരുന്ന അല്ലേ? അത് നല്ല ഹാർഡാണ്, ഒരു സ്ക്വയർ ഷേപ്പിലാണ്, അത് കട്ട് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് തന്നെ ഉപയോഗിക്കുമ്പോൾ അറിയാം ഇതിൽ എന്താ വ്യത്യാസം വരുത്തേണ്ടത്, എന്താണ് ഡിഫറെന്റ് ആയി വരേണ്ടതെന്ന് തന്നെ. ഞങ്ങൾ കായം ഇതാക്കുമ്പോൾ അത്രയും തന്നെ അതല്ലാണ്ട് കുറച്ചും കൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു രീതിയിലാണ്. അപ്പം നമ്മളുടെ എന്തെങ്കിലും പ്രൊഡക്ട്സിന് തന്നെ ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ പറയുന്നത് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയി പറയാം, നമ്മളത് റീപ്ലേസ് ചെയ്യാനും തിരുത്താനും റെഡിയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ അവർക്ക് ആ ഒരു അഷുറൻസ് കൊടുക്കും. പിന്നെ മാക്സിമം നമ്മൾ അങ്ങനെ ഒരു പിഴവ് നമ്മളുടെ ഭാഗത്തുനിന്ന് വരാണ്ടിരിക്കാൻ നോക്കാറുണ്ട്. അല്ല, ഇപ്പം നിങ്ങൾ പ്രൊഡക്ഷന്റെ സമയത്താണ് അങ്ങനെ ഒരു ഡാമേജ് കണ്ടെത്തിയെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാകുമ്പം ആ ഇറക്കുന്ന എല്ലാ പ്രൊഡക്ട്സിനും അത് ബാധിക്കില്ലേ? ഇപ്പൊ ആ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഡാമേജ് കണ്ടെന്ന് വരികയാണെങ്കിൽ അത് ഫുള്ള് റിമൂവ് ചെയ്യണ്ടേ? അപ്പൊ കുറെ നഷ്ടം വരില്ലേ? അപ്പൊ അതെങ്ങനെയാണ് നികത്തുന്നത്? ഇപ്പൊ പാക്കിംഗ് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ തന്നെ അത് നമുക്ക് ഓരോ പാക്കറ്റ്സും നമുക്ക് ചെക്ക് ചെയ്യാം, അതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാം. മെഷീനിലാണെങ്കിലും കാര്യങ്ങളിലാണെങ്കിലും വെയിറ്റിലാണെങ്കിലും അങ്ങനെ പാക്കിങ്ങിലാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് അങ്ങനെ ബൾക്കായിട്ട് ഒരു നഷ്ടം വരില്ല. കാരണം നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാം, മെഷീൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം. വരുവാണെങ്കിൽ തന്നെ ഒരു മിനിമം ഒരു 5-6 പാക്കറ്റ്സ് ഒക്കെ ഡിഫക്റ്റീവായി വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ്ലി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് മാർക്കറ്റിലേക്ക് നമ്മളുടെ ആ ഒരു യൂണിറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത്. ഓക്കെ. പിന്നെ ഇപ്പം മെയിനായിട്ട് ഇപ്പം തുടങ്ങിയ സമയത്ത് നമുക്ക് എന്തായാലും ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങുന്ന സമയത്ത് ഫണ്ട് ആവശ്യമാണ്.
അപ്പം വർഷം ഇപ്പം പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പം ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? അച്ഛൻ സഹായിക്കുമായിരുന്നോ അതോ വേറെ എന്തെങ്കിലും? ഇല്ല നമ്മൾ പുറത്തുനിന്നുള്ള ഫണ്ടിങ് തന്നെയായിരുന്നു എടുത്തിരുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിരുന്നു ഇത് തുടങ്ങുന്നതിന്റെ മുന്നേ എന്തൊക്കെയാണ് നമുക്ക് തുടക്കത്തിൽ വേണ്ടി വരിക, റോ മെറ്റീരിയൽസിന്, അങ്ങനെ ഒരു കറക്റ്റ് ഐഡിയ ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം ഒരു 2 lakhന്റെ മുദ്രാ ലോൺ എടുത്തിട്ടാണ് നമ്മൾ 3V's എന്നുള്ള ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ. കാരണം നമ്മൾ ആദ്യം തന്നെ വലിയ മെഷീനറീസിലോ കാര്യങ്ങളിലോ ഒന്നും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. റോ മെറ്റീരിയൽസ് വാങ്ങിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതിന് ശേഷം കറക്റ്റായിട്ട് മാർക്കറ്റ് സ്റ്റഡി ആയതിനു ശേഷം മാത്രമാണ് മെഷീനറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ഇപ്പം വർഷ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു പുതിയ സംരംഭം തുടങ്ങാമെന്നുള്ള ഒരു ആശയത്തിൽ എത്തുന്നത്. പക്ഷേ ഇപ്പം ബിസിനസ് പഠിക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ ഒന്നും ഇപ്പം വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് പഠിച്ചതോ അങ്ങനെയുള്ള ഒരാൾക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? അങ്ങനെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് അവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത്? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബിസിനസ് പഠിച്ചോളണം എന്നൊന്നും നിർബന്ധമില്ല. ബിസിനസ് പഠിക്കാത്ത പലരും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നത് നമുക്ക് കാണാം. കാരണം അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ വേണം. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നും എത്ര നമ്മളുടെ ആ ഒരു വരവ് ചെലവ് അങ്ങനെയുള്ള കാര്യങ്ങളും അതൊക്കെ പ്രോപ്പറായി ട്രാക്ക് ചെയ്യാനും ഇതൊക്കെ ഉള്ളൊരു പാഷനും ആ ഒരു ഇതും ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ തീർച്ചയായും സക്സീഡ് ചെയ്യാം. പിന്നെ മാർക്കറ്റിൻ്റെ കാര്യങ്ങളും നമുക്ക് തീർച്ചയായും അറിയണം. നമ്മൾ ഇറക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സെല് ചെയ്യുന്ന ആ ഒരു സർവീസ് അതിനെക്കുറിച്ച് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ വേണം. പിന്നെ നമ്മൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളെയും കൂടുതൽ ഇതിനെക്കുറിച്ച് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളെയും കൂടെ കൂട്ടുകയാണെങ്കിൽ അത്രയും നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഇപ്പം ഫസ്റ്റ് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആദ്യം അവരിപ്പോൾ ഒരു പ്രൊഡക്റ്റ് അവർ സെലക്ട് ചെയ്തു, ഇന്ന സാധനം നമുക്ക് വിൽക്കാം എന്നുള്ളത് ഒരു സെറ്റിലെത്തി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് എന്താണ്? അതായത് നമ്മുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണോ നെക്സ്റ്റ് പാർട്ട് വരുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഫുഡ് റിലേറ്റഡ് ബിസിനസ് ആണെങ്കിൽ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ്, പാക്കിംഗ് ലൈസൻസ്, GST അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായി ലൈസൻസുകൾ എടുത്തിരിക്കണം. കാരണം നമ്മളൊരു ഫുഡ് റിലേറ്റഡ് ആകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാറ്റഗറിയാണ്. അതുപോലെ മറ്റ് ബിസിനസ് ആണെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള ലൈസൻസും കാര്യങ്ങളും നമ്മൾ തുടക്കത്തിലേ എടുത്തു വെക്കണം. അതിന് ശേഷം നമുക്ക് മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ്സ് ഇറക്കാം. അപ്പോൾ ഈ ലൈസൻസ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? അതെ, ഞങ്ങൾ തുടങ്ങുമ്പോൾ ആക്ച്വലി ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഓൺലൈനാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിലും പലതവണ നമ്മൾ പോയി ആ സൈറ്റിൽ കയറി അങ്ങനെ കുറെ ഡിലേ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ ലൈസൻസിനും കാര്യങ്ങൾക്കൊക്കെ പോവായിരുന്നു അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അക്ഷയ സെന്ററിലും ഒക്കെ പോയി കുറെ ടൈം നമുക്ക് അതിന്റെ പുറകെ നടക്കേണ്ടി വന്നു. അങ്ങനെ തീരുമാനിച്ചു നമുക്ക് തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഓൺലൈനായിട്ട് ഞങ്ങൾ തന്നെയാണ് എല്ലാ ലൈസൻസും കാര്യങ്ങളും എടുത്തത്. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. അപ്പം അതിനുള്ളൊരു ഫെസിലിറ്റി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അല്ലേ? ഇപ്പം നമുക്ക് പ്രൊഡക്റ്റ് ആയി, ലൈസൻസ് ആയി, ഫണ്ടായി, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? പ്രൊഡക്ഷനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ളൊരു ധാരണ എന്തായാലും ഉണ്ടാവണം. എങ്ങനെയാണ്, എത്ര മിനിമം ക്വാണ്ടിറ്റി എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കറക്റ്റ് ഒരു ഇത് ഐഡിയ ഉണ്ടായതിന് ശേഷം മാത്രം നമ്മൾ പ്രൊഡക്ഷനിലേക്ക് കടക്കുക. പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി മാത്രം തുടക്കത്തിൽ മാനുഫാക്ചർ ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുക, എങ്ങനെയാണ് ഇതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നോക്കുക. അതിനുശേഷം മാത്രം ഫുള്ളി ഫ്ലഡ്ജ് ആയിട്ട് നമുക്ക് മാനുഫാക്ചറിങ്. അല്ല, ഇപ്പം നമ്മളിപ്പോൾ പുതുതായിട്ടൊരു പ്രൊഡക്റ്റ് ഇറക്കുവാണല്ലോ, അപ്പം മാർക്കറ്റിൽ കൊണ്ടുപോയി ഇപ്പം നിങ്ങളാണെങ്കിൽ അച്ഛനും മക്കളും കൂടെ നേരെ മാർക്കറ്റിൽ ചെല്ലുന്നു, ഇതിങ്ങനെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നു, പലരും റിജക്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു സ്റ്റേജാണ്. അപ്പം നമ്മളിപ്പോൾ പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിലും ആ അതേ പാറ്റേൺ തന്നെയാണോ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലും? ഇല്ല, ഓരോ പ്രൊഡക്റ്റിനും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണല്ലോ. അപ്പം നമ്മളുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ വേണം. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടെ ഈസിയാണ് മാർക്കറ്റ് ചെയ്യാൻ. സോഷ്യൽ മീഡിയ, ഈ ഓൺലൈൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിപ്പം നമ്മളുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാം. അപ്പം എങ്ങനെയാണ് നമുക്കത് പ്രൊമോട്ട് ചെയ്യേണ്ടത്, മാർക്കറ്റിങ്ങിനുള്ള ടെക്നിക്ക് എന്തൊക്കെയാണെന്നുള്ളൊരു ഐഡിയയും കൂടെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണം. എങ്കിലേ അത് ആളുകളിലേക്ക് എത്തുള്ളൂ, അവരതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. ഓക്കെ. പിന്നെ 3V'സിൻ്റെ തന്നെ വേറൊരു പ്രൊഡക്റ്റാണ് ഡീഹൈഡ്രേറ്റഡ് ബനാന ഫിഗ്. അത് നമ്മൾ എക്സ്പോർട്ടും ഇതൊക്കെ ഉദ്ദേശിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു സ്നാക്സ് കാറ്റഗറിയിൽ, ഒരു ന്യൂട്രീഷ്യസ് ഫുഡ് കാറ്റഗറിയിലാണ് തുടങ്ങിയതാണോ അതോ? അതെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറിയ രീതിയിൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇപ്പോൾ സെയിലൊക്കെ ഉണ്ടോ?
നമ്മൾ മെയിനായിട്ട് എക്സ്പോർട്ടിൻ്റെ ഇത് ഉദ്ദേശിച്ചിട്ടാണ്. നമ്മളുടെ ഇവിടുത്തെ മാർക്കറ്റിൽ പതുക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം മുദ്രാ ലോൺ എടുത്തിട്ടാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞല്ലോ. അപ്പം എടുക്കുന്ന സമയത്ത് ഒരു ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്കിത് വീട്ടാൻ കഴിയും, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മുദ്രാ ലോൺ മാത്രമല്ല വേറെ കുറേ ഫണ്ടിങ് എല്ലാം ഒപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ വരുന്നത് കടങ്ങളുമാണ്. അപ്പോൾ ഈ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റും, എൻ്റെ ഈ ബിസിനസ് സക്സസ് ആവും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? തീർച്ചയായും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ തുടങ്ങി കറക്റ്റ് മാർക്കറ്റിന്റെ ആ ഒരു പൾസ് എന്താന്ന് അറിഞ്ഞ് പതുക്കെ ആൾക്കാർ പ്രൊഡക്റ്റ് എടുക്കാനും ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഇത് പാസ്സായി കിട്ടിയത്. അപ്പം നമുക്കറിയായിരുന്നു എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിന് സ്കോപ്പ് ഉണ്ട്, ആൾക്കാർ വാങ്ങിക്കും, ഉപയോഗിക്കും. കാരണം അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ അവൈലബിൾ അല്ല. അപ്പം വാങ്ങിക്കും, നമുക്കത് ചെയ്യാം, മാർക്കറ്റ് ചെയ്ത് അത് തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തുടങ്ങി ജസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആക്ച്വലി ഫസ്റ്റത്തെ ഒരു 2-3 ദിവസം നമ്മൾക്ക് ടെൻഷനായി പോയി. കാരണം നമ്മളൊരു പുതിയ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെ ഒരു ഇതുണ്ടായി. അപ്പം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാണ്ട് അങ്ങനത്തെ ഒക്കെ ഇതായി. പക്ഷെ ഫുഡ് പ്രൊഡക്റ്റ് ആയ കാരണം തന്നെ നമുക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാം, അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനും അച്ഛനും കൂടെ അങ്ങനെ ഇറങ്ങും, കാറിൽ പ്രൊഡക്ട്സ് ഒക്കെ എടുത്തിട്ട്. നമ്മൾ പുറത്തുനിന്നുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ആക്ച്വലി കോവിഡിൻ്റെ ആ ഒരു സമയമാണ് 3Vsനെ കുറച്ചും കൂടെ വളരാൻ ഹെൽപ്പ് ചെയ്തത്. കാരണം പുറത്തുനിന്നുള്ള പ്രൊഡക്ട്സ് ഒന്നും വരുന്നില്ല, ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് തന്നെ ആൾക്കാരെ എടുക്കാനും ഉപയോഗിക്കാനും ഉള്ളൊരു ഇത് സ്റ്റാർട്ട് ചെയ്തു. അതെ, അപ്പം 3Vs പതുക്കെ പതുക്കെ കേട്ട് തുടങ്ങി. അങ്ങനെ കോവിഡിൻ്റെ ആ ഒരു സമയമാണ് ബ്രാൻഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, ഇനി നിങ്ങളോടാണ് ചോദ്യം. ഇപ്പം ചേച്ചി എങ്ങനെയാണ് വീട്ടിൽ ഫുൾ ടൈം ബിസിനസ് ഇങ്ങനെ ഓട്ടം അങ്ങനെയാണോ, അതോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ അങ്ങനെയൊക്കെ കയറി ഇടപെടാറുണ്ടോ? സ്ട്രിക്റ്റ് ആണോ, എങ്ങനെയാണ് വർഷ? ഒന്നുമല്ല, ഞങ്ങൾ 3 പേരും പറഞ്ഞ ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും, സംസാരിക്കും, ഡിസ്കസ് ചെയ്യും. ഇപ്പൊ എന്ത് നടക്കുകയാണെങ്കിലും, ഇപ്പൊ എന്റെ ലൈഫിലാണെങ്കിൽ എന്ത് നടക്കുകയാണെങ്കിലും ഞാൻ ഇവരോട് പറയും. പിന്നെ ഉപദേശങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കും. അപ്പം നിങ്ങളുടെ 3Vs എന്നുള്ള സംരംഭം ഇനി അങ്ങോട്ട് സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. ഒരുപാട് പ്രൊഡക്ട്സ് ഇനി വരട്ടെ, വലിയ രീതിയിൽ തന്നെ 3 പേര് നല്ല ഫെയിം ആവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.